18-ാം വയസ്സിൽ 31-കാരനെ വിവാഹം കഴിച്ച് സുരേഷ് ഗോപിക്കൊപ്പം കൂടിയതാണ് ഭാര്യ രാധിക. 1990-ൽ തുടങ്ങിയ ആ ദാമ്പത്യം 35 വർഷം പിന്നിടവേ ഭാര്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞ് ശബ്ദമിടറിപ്പോവുകയായിരുന്നു സുരേഷ് ഗോപിക്ക്. തന്നെ പുറത്ത് കാണും പോലെ തന്നെയാണ് താൻ വീടിനകത്തും. ദേഷ്യം വരുമ്പോൾ രാധികയെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, ദേഷ്യപ്പെടും. എങ്കിലും അത് ആ നിമിഷം തന്നെ തീരുകയും ചെയ്യും. ആ പിണക്കം മനസ്സിൽ വെച്ചിരിക്കാൻ അവൾക്കോ എനിക്കോ സാധിക്കില്ല. മാത്രമല്ല, വീട്ടിൽ 3 ജോലിക്കാരുണ്ടെങ്കിലും ഭക്ഷണം അവർ ഉണ്ടാക്കിയതാണെങ്കിലും രാധിക വന്ന് സ്പൂൺ കൊണ്ട് അതൊന്ന് ഇളക്കി ഒഴിച്ചു തന്നില്ലെങ്കിൽ തനിക്ക് ശരിയാകില്ല. ഇങ്ങനെയൊരു അവസ്ഥയിൽ താൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, മരിക്കുമ്പോൾ ഞാൻ ആദ്യം മരിക്കണോ അവൾ മരിക്കണോ എന്ന്. കാരണം അവളില്ലാതെ ആ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും? അതിനെനിക്ക് കഴിയില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇത് പറയവേ കണ്ണു നിറഞ്ഞ് വാക്കുകൾ ഇടറിപ്പോവുകയായിരുന്നു അദ്ദേഹത്തിന്. ആൺ പെൺ വ്യത്യാസങ്ങളോ തുല്യതയോ ഒന്നുമല്ല ഭാര്യ ഭർത്തൃ ബന്ധം, അതു ദിവ്യമാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. 1990-ൽ 31-ാം വയസ്സിലാണ് സുരേഷ് ഗോപി വിവാഹിതനാകുന്നത്. വിവാഹ നിശ്ചയത്തിനായിരുന്നു ഇരുവരും ആദ്യമായി കണ്ടതും. അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയുമായുള്ള വിവാഹം തീരുമാനിച്ചത്. ഏകദേശം 12 വയസ്സ് വ്യത്യാസമുണ്ട് സുരേഷ് ഗോപിയും രാധികയും തമ്മിൽ. സുരേഷ് ഗോപിയുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള പെൺകുട്ടിയെയാണ് അദ്ദേഹത്തിന് ലഭിച്ചതും. എണ്ണ തേച്ച് കുളിക്കുന്ന, മേക്കപ്പ് ഇടാത്ത, ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്ത, ലൂസ് ടോപ്പും ജീൻസും ഇടാത്ത, വലിയൊരു മോഡേൺ ലൈഫും ആഗ്രഹിക്കാത്ത, അതിനോട് ഒരു ക്രേസും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടിയായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നേരെ മറിച്ച് സാരിയൊക്കെ ഉടുത്ത് എന്നും എണ്ണ തേച്ച് കുളിച്ച് തുളസിക്കതിരൊക്കെ ചൂടി സീതയെപ്പോലെ പവിത്ര ആയ ഒരു പെൺകുട്ടി ആയിരിക്കണം എൻ്റെ ഭാര്യ എന്നാണ് പണ്ട് വിവാഹ സങ്കല്പത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപി നൽകിയ മറുപടി. അതുപോലൊരു പെൺകുട്ടിയെയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചതും. വിവാഹിതയാകുമ്പോൾ 18 വയസ്സ് മാത്രമായിരുന്ന രാധികയുടെ പ്രായം. രാധിക ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്താണ് വിവാഹാലോചനയുമായി വീട്ടിലേക്ക് ചെല്ലുന്നത്. എന്നാൽ രാധികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും നടിയുമായ ആറന്മുള പൊന്നമ്മ കൊച്ചുമകൾക്ക് അധികം പ്രായമില്ല, ഉടനെ വിവാഹം കഴിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് സുരേഷ് ഗോപിയുടെ അച്ഛനെ മടക്കി അയച്ചത്. എന്നാൽ ദൈവവിനിയോഗം പോലെ ആ വിവാഹം നടക്കുകയായിരുന്നു. വിവാഹത്തോടെ നടി മാല പാർവതിയുടെ ഉറ്റ സുഹൃത്തു കൂടിയായ രാധികയ്ക്ക് ഡിഗ്രിയുടെ എക്സാം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. വിവാഹം കഴിഞ്ഞ പാടെ ഗർഭിണിയായി. വേർപെട്ടു പോയ മകൾ ലക്ഷ്മിയടക്കം 5 കുഞ്ഞുങ്ങളായിരുന്നു ഇവർക്ക്. മകളുടെ വേർപാട് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ഇരുവർക്കും. അധികം വൈകാതെ മറ്റു മക്കളും ജനിച്ചു. അങ്ങനെ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെന്നാണ് രാധിക പറഞ്ഞത്. ഇന്ന് തിരുവനന്തപുരത്തെ ലക്ഷ്മി എന്ന വീട്ടിൽ എന്നും മൂത്ത മകൾ കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ ഇവർക്ക് എന്നാണ് പ്രിയപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഭാഗ്യ, ഭാവ്നി, ഗോകുൽ, മാധവ് എന്നിങ്ങനെ 4 മക്കളാണ് രാധികയ്ക്കും സുരേഷ് ഗോപിക്കും ഇപ്പോഴുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.